ബ്രോ പോയിട്ട് വേറെ അഡ്മിൻസ് എടുത്ത് ഇതുപോലെ പറയാൻ വേണ്ടി ചോദിച്ചു നോക്കും. അപ്പൊ റിപ്ലൈ കിട്ടുന്ന എന്താണെന്ന് മനസ്സിലാവും. നോക്കാം ഇത് നോക്കാം. ചാല നോക്കി വെക്കണേ. MRC പ്രണവ് ചേട്ടൻ ബ്രൂസ് ഇറങ്ങിയിട്ടില്ലല്ലോ. ഇറങ്ങണോ? ഞാൻ കളിച്ചില്ലടാ. TBS എനിക്ക് ഫസ്റ്റ് നമ്മൾ ഡബിൾ അടിച്ചില്ലേ? ഡബിൾ അടിച്ചതിന്റെ പ്രീവാർ നീ അതിനുശേഷമാണ് നിനക്ക് വീണ. TGയുടെ ഇത് കഴിഞ്ഞിട്ടല്ലേ നിനക്ക് ബാന് വീണേ? മനസ്സിലായോ? നിനക്ക് കെവിന്റെ പ്രീവാർ ഇറങ്ങാൻ പറ്റുന്നുണ്ടോ? Yes, thank you so much for watching the stream. Thank you for watching the stream. Like ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ടിവിയെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ടിവിയെ നീൽ, LX2, ജുഗ്രു, സ്റ്റീവ്, സ്നൈപ്പ്, സാവേജ്, പിന്നെ നമുക്ക് കാണാൻ കഴിയുന്ന ഇറ്റാച്ചി, ഡീമൻ, ഏബൽ ഒറ്റയ്ക്കൊരു കാറിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെ വേറെ ആരാണെന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ എന്റെ കൂടെ ആരൊക്കെ വാർത്ത വെക്കുന്നേ? ഞാനുണ്ട്. ഇവിടെ വീഡിയോ നോക്കിക്കോണം കേട്ടോ. ടെൻഷനാ എന്തിനാടാ? മറ്റേ കോൾ ഉണ്ടല്ലോ, ഹോൾഡ് ഉണ്ടല്ലോ. നോക്കിക്കോണം നമ്മുടെ സൈഡിൽ നോക്കാം. പ്രീവാർ ആരാ ജയിച്ചത്? പ്രീവാർ TV. എക്സൽ അഡ്മിൻ ലൈവ് വേറെ വൈബാണെന്ന്. ആടാ താങ്ക് യു. ഓ MRC ഓൾറെഡി അവിടെ കണ്ടുമുട്ടിരിക്കുന്നു. MRC നല്ലൊരു പിറ്റിങ്, ഫ്ലഫിയുടെ വണ്ടി ഒരു പിറ്റിങ് അവിടെ നടത്തുന്നുണ്ട്. ഞാൻ നോക്കാം ബ്രോ. ഒരു മീറ്റിംഗ് ഉണ്ട്. ഫുൾ സ്ക്രീൻ ആക്കുന്നൊക്കെ. ഫുൾ സ്ക്രീൻ ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് സാംസങ്ങിന്റെ വണ്ടി ഇവിടെ ഹോൾഡ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. സെന്റോർ ഇറങ്ങി നിന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. റോക്കിന് സൈഡിൽ നിന്നാണ് ട്രൈ ചെയ്യുന്നത്. ഒരു വൺ വേ അടിക്കാനാണ് ട്രൈ ചെയ്യുന്നത്. അത് കണ്ടിട്ട് ഇറങ്ങി ഒരു ഫൈറ്റിന് വേണ്ടി തയ്യാറാവുന്നുണ്ട്. ഓ ഏബിൾ ജോസിന് ടാഗ് കിട്ടി. അത്ര ലോങ് ചെയ്ത് ടാഗ് കിട്ടിയിരിക്കുന്നത്. ഏബിൾ ജോസ് അത് നോട്ട് ചെയ്തിട്ടുണ്ട്. ഏബിൾ ജോസ് അങ്ങനെ നോട്ട് ചെയ്ത് ലൊക്കേഷൻ മാറി ആ അടി വന്ന സൈഡിലോട്ട് തിരിച്ചടിക്കുന്നുണ്ട്. അല്ല, അത് കാറിനിട്ടാണ് ടാഗ് കൊടുക്കുന്നത്. ഏബിൾ ജോസഫ് ഒറ്റയ്ക്കാണ് ഒരു കാറിനകത്ത് ട്രാവൽ ചെയ്തോണ്ടിരിക്കുന്നത്. നോക്കുവാണെങ്കിൽ ഒറ്റയ്ക്ക് ഒരു കാറിലാണ് കളിച്ചോണ്ടിരിക്കുന്നത്. കുറുപ്പ് ഈ ഒരു ഹൈവേയുടെ രണ്ട് സൈഡിലായിട്ട് ഇതാ പ്രണവ് ചേട്ടൻ ഓൾറെഡി ഇറങ്ങി നിന്നിട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ട്രൈ ആണോ നമുക്ക് നോക്കാം. ടിവിയുടെ മറ്റു മെമ്പേഴ്സ് എവിടെയാണെന്നുള്ളതൊരു ചോദ്യമാണ്. അവരിനി ഫ്ലാങ്ക് ചെയ്ത് വല്ലതും വരുന്നുണ്ടോ നമുക്ക് നോക്കാം. ടിവിയുടെ മെമ്പേഴ്സ് നമ്മൾ നോക്കുവാണെങ്കിൽ അവർ ഹൈവേ ഒരു 3 വെഹിക്കിൾസ് കാണുന്നുള്ളൂ. ബാക്കി അവരുടെ 2 വെഹിക്കിൾസ് എവിടെ? ഇവര് ഇവിടെയാണല്ലേ? എല്ലാരും ഇവിടെ തന്നെ ഉണ്ട്. ഇവര് വണ്ടിക്ക് എന്തൊരു ചോപ്പ് എന്താ മേലെ കറുപ്പല്ലേ ഉണ്ട്. Thank you for joining. ഗോഡ് കളിക്കുന്നില്ലടാ നമ്മളില്.
ടെൻഷനാ നായിന്റെ മക്കളെ, നിങ്ങൾ എന്നെ കൂടി വെറുതെ ടെൻഷൻ ആക്കല്ലേ പറഞ്ഞത്. എൻജോയ് ചെയ്യൂ ഗൈസ്, എൻജോയ് ചെയ്യൂ. പറയട്ടാ ആരാടാ അത്? എക്സിലാണോ സ്നൈപ്പറിലാണോ? സ്നൈപ്പറിൽ വർക്ക് ചെയ്യില്ല. സംബന്ധം മിണ്ടാതെ സ്ഥലത്തിൽ ഇരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ മൂവ് ചെയ്തോണ്ടിരിക്കില്ല. 5 മിനിറ്റിക്കുള്ളിൽ ഒരിടത്ത് ഇറങ്ങി ആംഗിളൊക്കെ പിടിച്ചിരിക്കുമ്പോഴാണ് നമ്മൾ ഹോൾഡിങ് ഇടുന്നത് മനസ്സിലായോ? MRC എന്ത് ചെയ്യും? MRC എങ്ങോട്ടാണ് പോയത്? MRC പോയി കാണിച്ചു കൊടുത്തു. എസ്കേപ്ഡ് മതി എല്ലാവർക്കും. MRC എനിക്ക് റിട്ടേൺ പോയേക്കാണെന്ന് തോന്നുന്നു. അത് എൻഡോറാ, എൻഡോർ മുന്നിലാണ് ഇത് പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. അല്ല, അവര് വരുന്ന വഴിയിൽ ഒരു ഏബൽ ജോസഫ് അവിടെ ഇറങ്ങി നിന്ന് അടിക്കുന്നുണ്ടായിരുന്നു, കാറിനിട്ട് ടാഗ് കൊടുക്കുന്നുണ്ടായിരുന്നു. കിലുവയുടെ MRCയുടെ ടീം വീണ്ടും അപ്രോച്ച് ചെയ്യുകയാണ്. ലെഫ്റ്റ് സൈഡിൽ നോക്കുവാണെങ്കിൽ ഐ തിങ്ക് രാജുബായിയുടെ കാർ അവിടെ TVS സ്പോട്ട് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് പോകുന്നുണ്ടോ നോക്കി? തെന്നി താഴെ എന്തൊരു മലയാണിത്, ഒരു ഷേപ്പ് ഇല്ലാത്ത മല. ടൈറ്റ് മാച്ച് നേഴ്സസ് രണ്ടുപേരും കോമ്പറ്റീറ്റീവ് ആണ് കളിക്കുന്നത്. രണ്ടുപേരും കോമ്പറ്റീറ്റീവ് ആണ് കളിക്കുന്നത്. നോക്കാം. ടൈറ്റ് യു ആർ നോട്ട് അലൗഡ് ടു കണ്ട 5 മിനിറ്റിന് അനൗൺസ്മെന്റ് വന്നല്ലോ. അപ്പുറത്ത് കണ്ടില്ല, TV വീണ്ടും അവിടെ തന്നെ പോയി ഹോൾഡ് ചെയ്യണോ? ആരും ഒരിടത്ത് തന്നെ നിൽക്കാൻ പാടില്ല. 5 മിനിറ്റ് നമ്മൾ അനൗൺസ്. ഓക്കെ, ഇവിടെ നോക്കുവാണെങ്കിൽ MRCയുടെ സൈഡിൽ നിന്ന് TVയുടെ സൈഡിൽ നിന്ന് ഒരു പുഷ് ഇവിടെ വരുന്നുണ്ട്. മീൻസ് അവർ ഇറങ്ങി നിന്നിട്ട് നല്ല അഗ്രസീവായിട്ട് അവിടെ ആ റീജിയൻ സൈഡിലുള്ള കാറുകൾക്കിട്ട് ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഏബൽ ജോസഫ് ഒറ്റയ്ക്കൊരു വണ്ടിയിലാണ് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇറ്റാച്ചി അതേപോലെ നോക്കുവാണെങ്കിൽ അലക്സ് ഡെവോർ കത്തിപ്പോയിരിക്കുന്നു. MRCയിലെ 14 പ്ലെയേഴ്സ് ആണ് കറന്റ് ഉള്ളത്. ഇത് സെൻഡെക്സ് ഇറങ്ങി നിന്ന് വെടി വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങോട്ട് പോകുന്ന വണ്ടിക്കൊക്കെ ഞാൻ പെട്ടെന്ന് പേടിച്ചു പോയി. സ്നൈപ്പറിന്റെ ഇത് ഞെട്ടിപ്പോയി അടുപ്പുറം പെട്ടത്. ഞാൻ പെട്ടെന്ന് ഒന്ന് ഞെട്ടി. MRC ലൈനപ്പ് പറയാമോ? ടൈറ്റ് മാച്ച് എന്നാ? ഓക്കെ MRC ലൈനപ്പ് ഇതാണ് ഓൾറെഡി പറഞ്ഞില്ലേ ബ്രോ. റഷ്യൻ ടീമില് കുറുപ്പ്, ഫ്ലഫി, പ്രണവ്, ഗുള്ളോപ്പി, ബ്രൂസ്, ഇക്രുമോൻ, രാജുബായ്, കുറുപ്പ്, അലക്സ്, റഷ്യൻ സ്പീഡോ, പിന്നെ ഇവര് 3 പേരും കൂടെ ഉണ്ട്. ജിൻസക്കായ്, ഡയോസ്, ചരൺ ഡയോസും ദ ഗോഡ്. പപ്പടത്തിന് പറയാൻ മറന്നുപോയി, പപ്പടം ഉണ്ട്. TVയുടെ നോക്കുവാണെങ്കിൽ TVയുടെ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. ജുഗ്രു, LX2, നീൽ, ഡീമൻ, ഇറ്റാച്ചി, പിന്നെ സാവേജ്, സ്നൈപ്പ് ഉണ്ട്, ഏബൽ ഉണ്ട്. നീലുണ്ട്. അല്ല നീലല്ല, സോറി, സ്റ്റീവ്, സാവേജ്, സ്നൈപ്പ്, കിണ്ടി. ഇവർ അനങ്ങുന്നുണ്ട്, എനിക്ക് വായിക്കാൻ പറ്റില്ല. വില്ലു, കിണ്ടി, ജൂഡ്. ഓൾമോസ്റ്റ് എല്ലാവരുടെ പേര് പറഞ്ഞു. എല്ലാരും ഇവിടെ കാർസിൽ
പുള്ളി കത്തിപ്പെട്ട് തിരിച്ചു വന്നെന്ന് തോന്നുന്നു. അലക്സ് വന്ന് കാണണമെന്ന് തോന്നുന്നു. സിറ്റിയിലെ കിട്ടൊക്കെയാണ് ഹോൾഡിന്റെ പാക്കുവോ? അലക്സ് വന്നോ? ബ്രോ ആംബുലൻസ് സൗണ്ട് ഒന്നും അത് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലടാ. എല്ലാവർക്കും ഉള്ളതാടാ. ഹോൾഡ് ഇട്ട് ഹോൾഡ് അല്ല മറ്റേ ഹോൾഡിങ്ങിന്റെ ഇതിടെ കേറുവോ? കേറിക്കൊണ്ട് ഒന്നുകൂടി ക്വാളിറ്റി ആക്ച്വലി നോക്ക്, ജസ്റ്റ് ഒന്ന് നോക്കി നോക്ക്. 155 PC നല്ല സ്പെക് ഉണ്ട്, നല്ല ഗ്രാഫിക്സ് ഒക്കെ. MRC ഹോൾഡിംഗ് ഇട്ട് ബ്രോ. അനൗൺസ്മെന്റ് ഇട്ടോ ബ്രോ. നീ ഇവിടെ ഇരുന്ന് ഗോൾ കളിക്കല്ലേ ദയവേതുണ്ട്. അവന്മാര് കളിച്ചോളാം. ഞങ്ങളാലും അവന്മാര് പേടിച്ചാൻ പറ്റിയെന്ന് പറയും. നേരെ അങ്ങ് പോകുന്നുണ്ടല്ലോ ഇവരുടെ ബാങ്ക്. ഓക്കെ, അവര് പുഷ് ചെയ്ത് കിലുവയുടെ ടീം കാർ എടുത്ത് പോകുന്നുണ്ട്. നോക്ക എന്താന്ന്. ഇവിടെ ഒരു പിറ്റിംഗ് ആണ് കാണുന്നത്. ഫ്ലഫി കൊട്ടുകൊടുത്തില്ലേ? ഓ, റഷ്യൻ DNL ഇത് ഇവിടെ ഇറങ്ങി നിന്ന് അടിക്കുന്നു. അവിടുന്ന് ടിവിയുടെ മെമ്പേഴ്സ് 5-6 പേര് ഇറങ്ങി നിന്ന് അടിക്കുന്നു. വില്ലു, ജൂഡ്, സ്നൈപ്പ്, സാവേജ് എല്ലാം ഇറങ്ങി നിന്ന് അടിക്കുന്ന രംഗമാണ്. ഈ റിഡ്ജ് സൈഡ് ഇറങ്ങി നിന്ന് അടിക്കുന്നു. ഏബല് വണ്ടി റോഡിന്റെ നടുക്ക് ഇട്ടിട്ട് ഇറങ്ങി നിന്ന് അടിക്കുന്നുണ്ട്. അവരപ്പോഴത്തേക്ക് റീഗ്രൂപ്പ് ചെയ്ത് പോയി. MRCയുടെ ടീം റീഗ്രൂപ്പ് ചെയ്ത് പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇതൊക്കെ ഏതാ സ്ഥലം? ഞാനിതൊക്കെ ഇപ്പളാ കാണണേ. നല്ല വ്യൂ ഉണ്ട്, നല്ല ഏരിയ. എടാ റീഗ്രൂപ്പ് ചെയ്ത് വേറെ ലൊക്കേഷൻ അത് അവരുടെ ബാക്കിൽ കൊണ്ട് കുത്തിക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. യെസ്, ഇതിലേക്കൂടെ അവർ കയറി പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇവരുടെ ബാക്കിൽ പരിപാടിയാണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. MRC പോയിട്ട് കുത്തിക്കാൻ എന്താണ് ഈ ഹൈവേ കൂടെ വെച്ച് കത്തിച്ചാരൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഈ സ്ഥലം ഓർമ്മ ഉണ്ടാവും. മുമ്പ് രാജുഭായ് ഇതേമാതിരി നമ്മള് എല്ലാ വണ്ടി ഇവിടെ ഹൈവേ കൂടെ പോകുന്നുണ്ട്. ഇവിടെ അടി പൊട്ടി ഓൾറെഡി ഇറങ്ങി അടിക്കുന്നുണ്ട്. ഇത് ആരടിക്കുന്നേ? TV ഈ ഒരു ഹില്ലിന്റെ അവിടെ ഇറങ്ങി അടിക്കുന്നുണ്ട്. ഇവരുടെ ബാക്കിൽ കൂടെ ഇവരുടെ വെഹിക്കിൾ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഡെവോണ്ട് 2 വണ്ടി മാത്രമായിട്ടുള്ള ഒരു പിറ്റിംഗ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏബൽ ഇതോ മേളിൽ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഇറങ്ങാനുള്ള ചാൻസ് ഉണ്ടോന്ന് അറിയത്തില്ല. ഇവിടെ നല്ലൊരു പിറ്റിംഗ് ആണ് നടക്കുന്നത്. നല്ലൊരു പിറ്റിംഗ്. ഐ തിങ്ക് ഇവിടെ വണ്ടി മറിഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ആ വണ്ടി മറിഞ്ഞത് സെക്യൂർ ചെയ്യാൻ വേണ്ടി ടിവിയുടെ കാർസ് ബാക്കപ്പ് വന്നിട്ടുണ്ട്. ഫ്ലഫി ഫ്ലഫി ഇവിടെ ജിൻസക്ക ഇറങ്ങി അടിക്കുന്നുണ്ട്. ദ ഗോഡ് ഇറങ്ങി അടിക്കുന്നുണ്ട്. ചരൺ ഡിയോസ് ഇറങ്ങി അടിക്കുന്നുണ്ട്. ഓ, ടിവിയുടെ വണ്ടിക്ക് നല്ല രീതിയിൽ പിറ്റ് ചെയ്ത് കളയുന്നുണ്ട്. എന്റെ മോനെ, അങ്ങ് ലോങ് ചെയ്താണ് അടി വരുന്നത്. അത് പിറ്റ് ചെയ്ത് കളഞ്ഞ ഫ്ലഫിയാണ് ആ വണ്ടി. ആ വണ്ടിയുടെ ടയർ ഫുള്ള് പൊട്ടിയിട്ടുണ്ട്. പക്ഷെ അവർക്ക് ബാക്കപ്പ് ആയിട്ട് ടിവിയുടെ നീലൻ ആൻഡ് ജപ്പാൻ മദാര ഇറങ്ങി വന്നിട്ടുണ്ട്. അവര് വണ്ടി അവിടെ സീനൊരു അടിയായിരുന്നു പൊട്ടിയത്. രണ്ട് സൈഡും മാക്സിമം മിസ്റ്റേക്ക് ഇല്ലാതെ കളിക്കുന്നത്.
പെറ്റടിച്ചെന്ന് പറയാം ചുമ്മാ ടെൻഷനാക്കല്ല മുണ്ടാണ്ടിരി. അവന്മാര് കളിക്കട്ടെ നന്നായി കളിക്കുന്നുണ്ട് അവന്മാര് കളിക്കട്ടെ. അവർക്കൊരു 17.5 മിനിറ്റ് കൊടുക്കൂ. വേണ്ട വാറ ചെയ്തല്ലേ. ടിവിയുടെ ഒരു വണ്ടിയുടെ ടയറൊക്കെ പോയിട്ടുണ്ട്, അവർ റിപ്പയർ ചെയ്യാൻ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ നോക്കുവാണെങ്കിൽ ടിവിയുടെ ഒരു വണ്ടി സ്ലോ മൂവിങ് ആയിട്ട് ഡീവന്റെ ഒരു വണ്ടി സൈഡ് ഈ ഒരു ഏരിയയിലോട്ട് വരുന്നുണ്ട്. ഹോൾഡിംഗ് ഇടണ്ടേ? ഹോൾഡിംഗ് ഇവിടുന്ന് കളിച്ച ചക്കായി പോയി വെള്ളത്തിൽ. ഇല്ലല്ലോ ഓനായിട്ടുണ്ടല്ലോ, ആരോ വള്ളത്ത് പോയിട്ടുണ്ടാവും. ഏത് വണ്ടിയാ അല്ല വീഡിയോ നേടുമ്പോ ഹോൾഡ് ചെയ്യും. എന്താ ബക്കെന്താ എടാ ഒരാളെ ഗാംഗോസിൽ പോയിട്ട് ഞാൻ പറയുന്ന നമുക്ക് എടുക്കാൻ പറ്റത്തില്ലല്ലോ. ഇല്ല അവര് അടിച്ചാ പോത്തില്ലടാ. ഇവരുടെ പ്രശ്നം എന്താന്ന് പറഞ്ഞാല് ഇവരുടെ ഗാംഗോസിന്റെ ഫ്രണ്ടിൽ കഴിഞ്ഞിട്ടുണ്ടോ. അപ്പൊ ഈ ഫയല് കിട്ടുമോ? മറ്റേ മൂവ്മെന്റ് ഇട്ടുണ്ട്. റൈറ്റ് ലെഫ്റ്റ് വന്ന് വണ്ടിയുടെ കേസ് ചോദിച്ചു. വണ്ടിക്ക് എന്താ മാരി നീ എന്തരല്ലടാ പറഞ്ഞ അവിടെ. ഹലോ ബ്രോ, കേക്കാവോ ബ്രോ? അതെ, അവരുടെ വണ്ടിക്ക് ഒരു ഇഷ്യൂ. അതൊന്ന് ഇല്ല ഇതില്ല, അതൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. ഇത് ജസ്റ്റ് അവരുടെ ഒരു വെഹിക്കിളിന് ഒരു ബഗ് ഉണ്ടായിരുന്നു. അവര് ലോക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. ഇല്ല കറന്റ് പിക്ക് ചെയ്തിട്ടില്ലല്ലോ. ആരാ കത്തിയതിന്? അലക്സ് കത്തിയന്റെ കഥയായിരിക്കും പറയുന്നത്. വണ്ടി എടുത്ത് നമുക്കറിയില്ല. ഡിലേ അല്ലേ? ഡിലേ ഉണ്ടല്ലോ. അവരിപ്പോഴാ എത്തിയത് അവിടെ അങ്ങോട്ട്. ഡിലേ ഉണ്ടല്ലോ. ലൈവ് ഡിലേ കത്തിക്കേരി അറിഞ്ഞില്ലേ? റെഡിയുടെ സ്പെല്ലിംഗ് അതൊക്കെ നിങ്ങൾ റെഡിയാണോടാ? റെഡിയാണോ? നോക്കാൻ പറ്റുന്നില്ല. ഓക്കേ, സ്റ്റാർട്ട് ചെയ്തോ. റെഡി ഇട്ടോളാൻ പറഞ്ഞല്ലോ. റെഡി. ഇനിയിപ്പോ വെഹിക്കിൾ ബഗ് ഒക്കെ ഉണ്ടാവും. ഇവിടെ ഇറങ്ങി ജുഗ്രു ഇറങ്ങി നടിക്കുന്നുണ്ട്, ഏബൽ ജോസഫ് ഇറങ്ങി നടിക്കുന്നുണ്ട്, ഡീമൻ ഇറങ്ങി കൊടുക്കുന്നുണ്ട് അടുത്തേക്ക്. ഇവിടെ ലോങ്ങി നോക്കുവാണെങ്കിൽ MRCയുടെ വണ്ടികൾ, കാറുകൾ ഇങ്ങനെ ഈ ഒരു സൈഡിൽ തന്നെ. TV ഇങ്ങോട്ട് ഫുള്ളി അഗ്രസീവായിട്ട് പുഷ് ചെയ്ത് വരുന്നില്ല, അവിടെ വെയിറ്റിംഗ് ആണ്. അതുപോലെ MRC ഇവിടെ ഇറങ്ങിയിട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. ഒരു സൈഡിൽ കൂടെ ഒരു വണ്ടി വരുന്നുണ്ട്, നീലിൻ്റെ വണ്ടിയാണ്. നീൽ LX ജുഗുറു അടങ്ങുന്ന ഒരു വണ്ടി ഇവരുടെ റൈറ്റ് സൈഡിലെ ഫ്ലാങ്കിന് വേണ്ടിയാണോ വന്നത്, അല്ല അവർ റിട്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഇക്രൂവിൻ്റെ ഒരു വണ്ടി ഇവർ സ്പോട്ട് ചെയ്യാത്ത ഒരു ലൊക്കേഷനിലോട്ട് വന്നിട്ടുണ്ടോ? ഇക്രൂവിൻ്റെ വണ്ടി വന്നിട്ടുണ്ട്. ഇക്രൂ ആൻഡ് ബുള്ളോപ്പി അവിടെ ഇറങ്ങിയിട്ടുണ്ട്.
ഇവിടുന്ന് കളിക്കാൻ അവർക്ക് പേടിയുണ്ടോ? ലാസ്റ്റ് ആയിട്ടുണ്ടാവും. എന്തൊക്കെയാടാ ചാറ്റ് നിങ്ങൾ പറയുന്ന? ബിസ്മില്ല അൽഹംദുലില്ല കേക്കിന്റെ ചാറ്റാണോ? ഒരു യാസിൻ കൂടി ഒഴിയാലോ. ഏറ്റവും പൊന്നു. ഒരു യാസിൻ കൂടി മനസ്സിലാവാത്തോണ്ട് ടൈം ഔട്ട് കൊടുത്തിട്ടോ ചെറിയെന്ന് വിചാരിച്ചിട്ട്. MRCയുടെ പ്ലേയേഴ്സ് ഇക്രുമോൻ ആൻഡ് ബുൾ ഇറങ്ങി നിന്നിട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ ലോങ്ങിൽ നമ്മൾ നോക്കുവാണെങ്കിൽ കിലോ ജപ്പാൻ്റെ വണ്ടി അവർ സ്പോട്ട് ചെയ്തിട്ടാണ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്നത്. ഇത്ര ലോങ്ങിൽ ഫൈറ്റ് എടുക്കാൻ. പക്ഷെ ബാക്കിയുള്ള ടിവിയുടെ വെഹിക്കിൾസ് എവിടെ നല്ലോണം സ്കാറ്റേഡ് ആയി കിടക്കുവാണ്. ടിവിയുടെ വെഹിക്കിൾസ് സ്കാറ്റേഡ് ആണ്. ബാക്കി 2 വെഹിക്കിൾ സ്റ്റീവ്, ഏബൽ ജോസഫ്, പ്രണവ് സെറ്റിന്റെ വണ്ടി ഓൾറെഡി ഇവിടെ ഇറങ്ങി നിന്നിട്ട് ആ റോഡിൽ നിൽക്കുന്ന ടിവിയുടെ വണ്ടിക്കിട്ട് ടാഗ് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്. രണ്ടുപേരും നല്ല ഡിഫെൻസീവ് ആയിട്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അയ്യോ ചില്ലാവ് ടിവിക്ക് പേടി നമ്മളെന്നാ. എടാ കറന്റ്ലി ആ ഒരു ടിവിയുടെ നമ്മളൊരു ടൂർണമെന്റ് ഒക്കെ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടന്റ് ഒരു മാച്ച് കളിക്കുമ്പോൾ അങ്ങനെ ബ്ലൈൻഡ് ആയിട്ട് പുഷ് ചെയ്ത് കണ്ട് അങ്ങ് അടിക്കുന്നതല്ല. ഇത് ഐക്യു അങ്ങനെ കുറെ കാര്യങ്ങൾ വെച്ച് കളിക്കേണ്ട പരിപാടിയാണ്. വണ്ടികൾ ഇവിടെ സ്പോട്ട് ചെയ്യാവുന്നതാണ്. പക്ഷെ രണ്ടുപേരും തമ്മിൽ ഒരു ഫൈറ്റ് ഇതുവരെ ഇനിഷ്യേറ്റ് ആയിട്ടില്ല. അല്ലാതെ അത് പേടി ഇതായിട്ടില്ല. പക്ഷേ അവിടെ നോക്കുവാണെങ്കിൽ ബുള്ളിന്റെ വണ്ടി കൊണ്ടുവന്ന് ഇടിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. നല്ലൊരു പിറ്റിങ്ങിന് വേണ്ടി ബുള്ളിന്റെ കാർ കയറി വരുന്നുണ്ട്. ബുള്ളിന്റെ കാർ കയറി വന്നപ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ജുഗുറു, LX2, നീല്, സ്നൈപ്പിന്റെ ഒക്കെ സ്നൈപ്പൊക്കെ ഇറങ്ങി നിന്നിട്ട് ഈ ഒരു ഹിൽ ടോപ്പിന്റെ അടിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഏബൽ ജോസഫ് ഒറ്റയ്ക്ക് ഈ ഒരു റോക്കിന്റെ സൈഡിലായിട്ട് ഇറങ്ങി നിന്നിട്ട് വരുന്ന വണ്ടികൾക്ക് ടാഗ് ചെയ്യാൻ വേണ്ടി വരുന്ന കാർസിന് ഇട്ട് ടാഗ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. സോറി ഇവിടെ എന്താണ് സ്വന്തം വണ്ടി കിട്ടിയിരിക്കുന്ന TV അവിടെ എപ്പോഴും നമ്മളിപ്പോ വാറിലാണ്. വാറ് കഴിഞ്ഞിട്ടില്ല, സൈഡിലായിട്ടാണ് കളിച്ചോണ്ടിരിക്കുന്നത്. ഏബൽ മാത്രമാണ് ഇവിടെ ഇറങ്ങി നിന്ന് അടിക്കുന്നത്. നമ്മൾ അടിക്കാൻ റെഡിയാണെന്ന് പറഞ്ഞാൽ മതി. നമ്മള് റെഡി അല്ല എന്നുള്ളത് പറയണ്ട. അടിക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ 1 മണിക്ക് ശേഷം റെഡിയാണ്, നിങ്ങൾ റെഡിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ റെഡിയാണെന്നുള്ളത് പറഞ്ഞാൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ നാളെ അടിക്കാന്ന് പറ. അവിടുന്ന് ഇത്രയും അങ്ങനെ പറഞ്ഞാൽ മതി. മനസ്സിലായോ മേക്കെ? പോയാ ഉണ്ണപ്പോത്തിന് തൂക്കി ഇവിടെ ഉണ്ട്. ആ ഒരു ബുള്ളറ്റ് റേസ് കണ്ടിട്ടാണ് ഫയർ ചെയ്തതെന്ന് തോന്നുന്നു. ഇവിടുന്ന് ജുഗ്രു ഈ ഒരു ഹിൽ ടോപ്പിന്റെ മേളിലായിട്ടുണ്ട്. LX2 ഉണ്ട്, സ്റ്റീവ് എസ്രയേൽ, സാവേജ് അല്ല. ഈ ഹിൽ ടോപ്പ് അവർ ഹൈ ഗ്രൗണ്ട് പിടിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഹൈ ഗ്രൗണ്ടിലാണ് നിൽക്കുന്നത്. നമ്മളൊരു വാറിലാണ് കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. ലെറ്റ്സ് സീ. നമ്മളിപ്പോൾ നോക്കുവാണെങ്കിൽ MRCയുടെ വണ്ടികളൊക്കെ നല്ല രീതിയിൽ ലോങ് ആയിട്ട് സ്പ്ലിറ്റ് ആയി കിടക്കുന്നു. വാട്ട് ഈസ് ഹാപ്പനിങ്? വ്യൂവേഴ്സ് കുറെ എക്സൈറ്റ്മെന്റ് കാണിക്കുന്നുണ്ട് ചാറ്റിൽ. അതെ, ഹോൾഡിംഗ് മെസ്സേജ് വന്നേ. ഇപ്പൊ വന്ന് നിന്നാലുള്ളൂ ഇവിടെ. ഇവരിതാ ഈ മല എത്ര നേരം ഹോൾഡിംഗ് ഇവർക്ക് എങ്ങനെയെങ്കിലും നമ്മൾ അവിടെ കൊണ്ടുവരണം. മനസ്സിലായോ? ഈ ഒരു സൈഡിൽ നിന്ന് മാറുന്നില്ല. കൊറേ നേരം തുടങ്ങിയപ്പോ തൊട്ട് ഐ തിങ്ക് ഇവിടെ തന്നെയാണ് കറങ്ങി നിൽക്കുക. അതെ, മറ്റേത് കണ്ണി പെട്ടുണ്ടാവില്ല. ശരിയാ. അനൗൺസ്മെന്റ് ഇടുമ്പോൾ അവർ അങ്ങോട്ട് മൂവ് ചെയ്യുന്നുണ്ട് കുറച്ച്. പിന്നെ വീണ്ടും തിരിച്ചു വീണ്ടും ഇവിടെ വന്നത്. അതെ, ഇത് നല്ല രണ്ടുപേരും നല്ല ഡിഫെൻസീവ് ആയിട്ടാണ് കളിച്ചോണ്ടിരിക്കുന്നത്.
പപ്പടം ഉണ്ടോ നേസ്? പപ്പടം ഉണ്ട്, അതാണ് സാംസങ്ങിലേക്ക്. കുട്ടിക്കാത്ത ലൈക്ക് ചെയ്യാത്തവരൊക്കെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സുഹൃത്തുക്കളെ. സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മളിവിടെ നോക്കുവാണെങ്കിൽ MRC വേഴ്സസ് TVA ഒരു വാർ ഓൺ ഗോയിങ് ആണ്. പക്ഷേ രണ്ട് ടീംസും എന്താ പ്ലാൻ ചെയ്യുന്നത് നമുക്കറിയത്തില്ല. രണ്ടുപേരും ഡിഫെൻസീവായിട്ടാണ് നിൽക്കുന്നത്. ഒരു ഇൻസ്റ്റന്റ് പുഷ് നമുക്ക് കാണാൻ പറ്റുമോ ഏതെങ്കിലും ഒരു ഗ്യാങ്ങിന്റെ സൈഡിൽ നിന്ന്? നമുക്ക് നോക്കാം. നമ്മള് വാർ വിളിച്ചു. അപ്പൊ നമ്മളുള്ളടത്തല്ല അവര് വരണ്ട്. നമ്മളെ ലൊക്കേഷൻ അവരുടെ ലൊക്കേഷനിൽ പോയി അടിക്കണ്ടല്ലേ? അത് ശരി, നിയമമില്ലല്ലോ എന്താ അങ്ങനല്ല. അതാണ് ഒരു ബേസിക് പോയല്ലോ. ഇനി വേണമെങ്കിൽ അവർ അടിക്കട്ടെ. പിന്നെ ആ മലയിൽ താഴെ ഇറങ്ങട്ടെ. ഫസ്റ്റ് ഓഫ് ഓൾ മലയിൽ കയറി റഷ്യൻ ടീമിൽ ടൈം ഔട്ടായി പോയിട്ടുണ്ട് കേട്ടോ. ആരെങ്കിലും ഒരാൾ DNL പുറത്ത് വിളിച്ചേടാ. എന്താ സംഭവം ചോദിച്ചേ? ഒന്നുകൂടെ അനുസരിച്ച് ഇവര് ഇവിടെ തന്നെ നിൽക്കും കേട്ടാ, മാറുന്നില്ല. MRCയുടെ റഷ്യൻ ടീമിൽ കത്തിപ്പോയിട്ടുണ്ട്. അതാണോ ഇവര് നിൽക്കുന്നതിൽ ഡൗട്ടുണ്ട്. റഷ്യൻ ടീമിൽ കത്തിപ്പോയിട്ടുണ്ട്. ഉറങ്ങിയാ അവനിരുന്നു. ഇത് നമ്മുടെ വണ്ടിയുടെ ഫോണിന്റെ വലിയ വിഷയമാണ്. നമ്മളല്ലേ അടിക്കണ്ടേ? റഷ്യൻ ടീമിൽ എങ്ങനെ തിരിച്ചു വന്നിരിക്കുന്നു? താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ സ്ട്രീം. 12:55 അല്ല, അവന്മാർക്ക് പ്രീവാറിന് ഇങ്ങോട്ട് ഇത് ബ്രിഡ്ജ് കടന്നു കണ്ടേ ഇവന്മാരെ അടിക്കാനുള്ള പ്ലാൻ ആയിരിക്കും ചിലപ്പോ. അങ്ങനെ പറ്റത്തില്ല. വാറിൽ ഇന്റർഫിയർ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. തേർഡ് പാർട്ടി അടിക്കാൻ പറ്റത്തില്ല. MRC ഫ്ലഫിയുടെ വണ്ടി ഒരു അഗ്രഷനോടുകൂടി കയറി പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇവരെങ്ങോട്ടാണ് പോകുന്നത് നോക്കിയിട്ടുണ്ട്. ഇവരുടെ TVയുടെ മദാരയുടെ വണ്ടി സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഡീമന്റെ വണ്ടി സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഇവര് ഇറങ്ങി കുത്തിച്ചടിക്കാനുള്ള പരിപാടിയാണ്. അവിടെ ഇറങ്ങിയിട്ട് അടിക്കുന്നുണ്ട്. TV തൊട്ടപ്പുറത്തെ മലയിലോട്ട് കുത്തിക്കുന്നുണ്ട്. അവര് ആ കുത്തിക്കുന്ന മലയിലോട്ട് MRCയുടെ വണ്ടി കയറി വരുന്ന കാഴ്ചയാണ് കാണുന്നത്. MRCയുടെ 3-4 വണ്ടികൾ ഭയങ്കര ഒരു ഹൈ ഗ്രൗണ്ട് അഡ്വാൻറ്റേജിലാണ് MRCയുടെ വണ്ടികൾ കയറി നിൽക്കുന്നത്. ഇവിടെ നോക്കുവാണെങ്കിൽ സെൻഡെക്സ് സാംസിലേക്കൊക്കെ ഇറങ്ങി നിന്ന് വീഡിയം എനിക്ക് നേരത്തെ പറഞ്ഞ കേവിന്റെ എന്തായാലും ഒന്നും നടക്കലുണ്ടാവില്ല. കണക്ട് ഇട്ടിട്ട് പറയാം. നമുക്കൊന്ന് അല്ല മാക്സിമം പോയാ എന്താ, നമ്മൾ ഡൗൺ ആയി, നമ്മൾ അവിടെ എത്തിയിട്ടില്ല, ടൈമിന് എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ സിറ്റുവേഷൻ ഡ്രോപ്പ് ആവും. അത്രല്ലേ? കുണ്ണാളോട് പോവാൻ പറ. ഇവിടെ നമുക്ക് ഈ വാറ കളിക്കണം. കുണ്ണാളോട് ഒരു കാര്യം പറഞ്ഞാ, നമുക്ക് കളിക്കണമെന്നുണ്ട്. പറ്റുന്നുണ്ടെങ്കിൽ നാളേക്ക് കളിക്കാം. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആവുമ്പം 2 മണിന്റെ മുമ്പ് വന്ന് കളിക്കുമെന്ന് പറ.
അല്ലാന്നുണ്ടെങ്കിൽ നാളെ കളിക്കാന്ന് പറ. ഇല്ലാതെ ഇന്ന് 12:55 തന്നെ പോലെ മുട്ടമണി പൊന്തുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രോപ്പ് ആക്കാൻ പറ. 12:55 ഇനി പൊങ്ങിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ മുയലിന്റെ വാർന്ന് അവന്മാർക്ക് ഇത് ഇവിടെ വാറാണെന്നുള്ളത് അവന്മാർക്ക് അറിയാം. അപ്പൊ അതിന്റെ ഇടയ്ക്ക് മനഃപൂർവ്വം അത് കുത്തിത്തിരിപ്പാണ്. അപ്പൊ അവന്മാർക്ക് കളിക്കല്ല വേണ്ടത്, കുത്തിത്തിരിപ്പാണ്. കളിക്കണം എന്നുണ്ടെങ്കിൽ നാളെ കളിക്കാന്ന് പറയാം. ബുള്ളിന്റെ വിക്രമിന്റെ വണ്ടി ഇവിടെയാണല്ലേ? അൺലെസ് നമ്മൾ വാറില് മറ്റേ വാർ മാപ്പിൽ എത്താൻ സസ്പെൻഷൻ ഒന്നും കിട്ടൂല. നമ്മളാ ഡൗൺ ആയത്. നമ്മളാണ് ജയിച്ച് അടിച്ച് നമ്മളാണ് ജയിച്ച് നിന്നിട്ട് നമ്മൾ ടൈമിന് പോയി അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞുതരാം അത് ഞാൻ പറഞ്ഞുതരാം അത് മറ്റേ നീലന്റെ വണ്ടിയാ. നീല എടാ റെഡി ആക്കാവോ? എന്തായാലും ഇവരെ രണ്ട് സൈഡിൽ മാറ്റി നിർത്തണല്ലോ. ഇപ്പഴേ മാറ്റി നിർത്തിയാ നമുക്ക് ഡിലേ ആക്കണ്ടല്ലോ. ഓക്കെ ഓക്കെ. എവിടെ ലൊക്കേഷൻ കുറച്ച് ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാത്ത ദൂരത്ത് കൊടുത്താൽ മതി. അടിച്ചാ കിട്ടരുത്, അത്രേ ഉള്ളൂ. മനസ്സിലായോ? അടിയാക്കരുത്. അല്ല ഒത്തിരി ദൂരം കൊണ്ടുപോകണ്ട. എടാ താന്ത നീ എന്താ ഇട്ടേ? MRS 970 വിടുകയാണ് ഞാൻ. ഓക്കെ കേട്ടാലോ? ഓ ടിക്കറ്റ് 970. കുഴപ്പമില്ലല്ലോ അവിടെ വിട്ടോ. ഇല്ലടാ നമ്മള് വീഡിയോ ചെയ്താലേ അത് സുൽത്താന്റെ MVP ആവുള്ളൂ. ലോട്ട് വിടാം. പിന്നെ കുറെ ആൾക്കാര് ഹലോ ഹലോ കേക്കാവോ ഗൈസ്? 950 ലോട്ട് പോകണം. ഇത് ഇന്റൻഷണൽ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും പ്ലെയറിനെ മാറ്റുമോ ഇപ്പൊ വാറിന്റെ അടിന്ന്? അങ്ങനെ ഉണ്ടോ? നമുക്കന്ന് ഇങ്ങനെയായിരുന്നു സ്പോട്ടിൽ കിക്ക് ചെയ്ത് കളഞ്ഞു. വിടുന്നുണ്ട് ബ്രോ, രണ്ടുപേരും വിടുന്നുണ്ട്. എന്നെ കളഞ്ഞിട്ട് ബ്രോ രണ്ടുപേരും വിടുന്നുണ്ട്. ബ്രോ രണ്ടുപേരും വിടുന്നുണ്ട്. 950 ലോട്ട് പോകും നിങ്ങൾ. ഞാൻ വേറെ വാറില്ല. 950 അങ്ങനെ തൊട്ട് ഫ്രണ്ടിലേ. ഞാൻ മറ്റേ GB സെറ്റ് DRS മറ്റേത് പുതിയ വലിയ വ്യത്യാസം ഇല്ലല്ലോ. വേണ്ട ഞാൻ പറയുന്നില്ല. അവര് 950 പോയിട്ടുണ്ട്. നമ്മുടെ സെൻഎക്സോടെ കത്തിയതുപോലെ MRSന്റെ 5 രൂപ 6 വണ്ടി ഇവിടെ റെഡിയാണ്. വാട്ട് ഹാപ്പൻഡ് യെസ്റ്റർഡേ സിറ്റുവേഷൻ ആയി. 3 വണ്ടി വന്നിട്ടുണ്ട്. 3 വണ്ടി എനിക്കൊന്ന് ഒരു വണ്ടി ഡ്രൈവർ PO ആയിട്ട് പുറത്തൊന്നും തോന്നുന്നു. 4 വണ്ടി വന്നിട്ടുണ്ട്. ഇനി എനിക്കൊന്ന് 2 വണ്ടി ഇവിടെ. 2 വണ്ടി ഇവിടെ കിടപ്പുണ്ട്. 2 വണ്ടി ഇവിടെ കിടപ്പുണ്ട്. ഇതെന്താണിത്? ടെൻഷൻ ആക്കാൻ വേണ്ടിയാണ്ട് ഓരോന്ന്. എടാ നിനക്ക് അവിടെ നിന്ന് ചിൽ എന്ന് പറഞ്ഞാ മതി. ചില്ലാവാൻ കഴിയണ്ട. ഇതൊന്നും അല്ല, ഒരുത്താലത്ത് സംസാരിക്കാൻ പോയിട്ടുണ്ട്. സൗണ്ട് കേൾക്കുന്നു. പറയണോക്കല്ലോ ബാക്ക് വെറുതെ. മൂലക്കോണയാട്ടോ അവിടെ പിടിക്കാനുള്ള. ഞാൻ പിടിച്ച് പരത്തര വിളിച്ചോണ്ടിരിക്കും. ആരിലോ വന്നാൽ അകത്തോട്ട് 1:30 കഴിയുമ്പോഴത്തേക്കും ഇനി സംസാരിക്കണ്ട. അവന്മാരടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പറയണേക്ക്. അവന്മാര് വേണമെങ്കിൽ പോവും. നമ്മളവിടെ എത്തിയില്ലെന്നുണ്ടെങ്കിൽ വേറെ ഒന്നും സംഭവിക്കല്ലോ. കിട്ടും നോക്കാം. സസ്പെൻഷൻ ആണോ? പേടിച്ചു എന്നൊന്ന് പറഞ്ഞേക്കട്ടെ അവന്മാരുടെ അടുത്ത്. എടാ ഞങ്ങൾ അല്ലെങ്കിൽ ഒരാഴ്ച എന്തായാലും സസ്പെൻഷന് പോകും.
ഞങ്ങൾക്ക് ആദ്യം അറിയാം. റിസൾട്ട് എന്താടാ? നിന്റെ ഒക്കെ കടി കൊണ്ട് സത്യം പറഞ്ഞാൽ ഇന്നലെയൊക്കെ നിന്നൊക്കെ ഇന്നലെ പെറുക്കിയെടുത്ത് ഗ്യാങ്സ് കയറി അടിക്കണം റെസ്യൂം ചെയ്തപ്പോൾ നമുക്ക് ഇവിടെ ഒരു റെസ്യൂം ചെയ്തപ്പോ ഇവിടെ ടി വി ഓൾറെഡി ഇറങ്ങി അടിക്കുന്നുണ്ട്. ടി വി സെൻഡെക്സിന് അടി കിട്ടുന്നുണ്ട്. സെൻഡെക്സ് അവിടെ പിങ് ഔട്ട് ആയതാണോ ഒരു ഡൗട്ട് ഉണ്ട്. ഇവന്റെ കളിക്കുന്ന ഇവന്റെ കളി ഇവന്റെ സാവേജ് സെൻഡെക്സിന് എടുത്തിരിക്കുന്നു. സാവേജ് അത് വീഡിയോ അല്ല തോന്നുന്നു. വീഡിയോമിന് മുമ്പേ ഡെഡ് പിന്നെ വീഡിയോ ആയിട്ടുള്ളത് സ്വന്തം വണ്ടി തന്നെയാണ് അവരുടെ. ഇവിടെ കിടക്കുന്ന ഈ 2 വണ്ടിയിലേതാണ് കേട്ടോ. അതെങ്ങനെ ഇവനാണ് ഇറങ്ങിയതാണോ കത്തി പുറത്തിറങ്ങിയതാണോ എന്താണ് സംഭവം മനസ്സിലായില്ല. എന്തിനാ ഇറങ്ങി ബാക്ക് അടിച്ച് നോക്ക് ശരിക്കും. സെൻഡെക്സിന് അടി കിട്ടി. ഇവിടെ ടി വി ഓൾറെഡി ഇറങ്ങി അടിക്കുന്നുണ്ട്. സെൻഡെക്സിന് അടി കിട്ടുന്നുണ്ട്. സെൻഡെക്സ് അവിടെ പിങ് ഔട്ട് ആയതാണോ ഒരു ഡൗട്ട് ഉണ്ട്. സെൻഡെക്സിന് അടി കിട്ടുന്നുണ്ട്. ഡൗട്ട് ഉണ്ട്. അല്ല വീഡിയോ ചെയ്യുന്ന ടൈമിൽ തന്നെ ചാവുന്നത് മനസ്സിലായോ? POV ഉണ്ടോ ഒന്നോ മേളില് മേളിലുണ്ടോടാ മേളില്. ഞാൻ പറയട്ടെ, ഇത് മിക്കവാറും TGന്റെ വാറിനേക്കാൾ സുബിഹി വരെ ചിലപ്പോൾ ഇരിക്കേണ്ടി വരും. സുഹൃത്തുക്കൾ കിടന്ന് ഉറങ്ങിക്കൊള്ളാൻ ഇതുപോലെ അന്ന് ടീജന്റെ വാറിൽ എന്നെ കൂടിയിട്ട് അവസാനിപ്പിക്കാന്നാണ് കിട്ടിയ വിവരം. താളവടി റേഡിയോക്കകത്ത് കയറിയിട്ട് എന്നിട്ട് മൊയലോ ആരത് അവൻ വന്നിട്ട് പറയണേ